നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ. അൻസാറിൻ്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കും. അങ്ങനെ അവസാനം അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിൻ്റെ വാതൊക്കെ പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിൽ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോൾ ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ മമ്മൂക്ക ഇവിടെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? അതന്നെ ഈ ഒരു പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എൻ്റെ എനർജി. നമുക്ക് ഭീഷ്മർ ഇറങ്ങിയ ടൈമിൽ നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കുമോ? അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്ക്വാഡുമാണ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഭീഷ്മപർവത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായും പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കൂലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് എനിക്ക് സുഖം. മമ്മൂക്ക നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്. അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ അതിനെന്തായാലും പോകണം. അപ്പൊ അദ്ദേഹം ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് മമ്മൂക്ക അല്ലാതെ വേറെ ആരും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണോ ജയറാമേട്ടൻ? അല്ല, അതുകൊണ്ടല്ല. ആ ഒരു ക്യാരക്ടർ ഒരു വലിയ ഒരു ഇമേജുള്ള ഒരു ആക്ടർ തന്നെ വരണം. അപ്പോൾ അതിന് മമ്മൂക്കാടത്തൊക്കെ ചോദിച്ചാൽ നടക്കുമോ എന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ചോദിച്ചപ്പോൾ അദ്ദേഹം സംഭവിച്ചു. അത് തന്നെ ആ മനസ്സിൻ്റെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത് മിഥുൻ പല പ്രാവശ്യം ചോദിച്ചതെന്ന് പറഞ്ഞു. ഇതെനിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടരാം. അദ്ദേഹം പോയതിന്